പുതച്ചു കിടക്കുന്ന ഈ മലയിലേക്കാണ് ഇന്നത്തെ യാത്ര. റോഡ് സൈഡിൽ തന്നെ കാറ്റാടിക്കടവിന്റെ ബോർഡ് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നിന്നാണ് കാറ്റാടിക്കടവിലേക്കുള്ള നമ്മുടെ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇടുക്കി ജില്ലയിലെ തൊടുപുഴയ്ക്കടുത്തുള്ള വണ്ണപ്പുറം എന്ന ഗ്രാമപഞ്ചായത്തിലാണ് ഈ മനോഹരമായ കാറ്റാടിക്കടവ് സ്ഥിതി ചെയ്യുന്നത്. കൃത്യമായി പറഞ്ഞാൽ വണ്ണപ്പുറം കള്ളിപ്പാറ ജംഗ്ഷനിൽ നിന്നും 2 കിലോമീറ്റർ ട്രക്ക് ചെയ്താൽ നമുക്ക് കാറ്റാടിക്കടവിലെത്താം. കുത്തനെയുള്ള ഈ ഒരു കയറ്റം കയറിക്കൊണ്ടാണ് ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു കയറ്റം കയറി ചെല്ലുമ്പോൾ അതിമനോഹരമായിട്ടുള്ള ഒരു ലാൻഡിംഗ് ഏരിയയിലേക്കാണ് നമ്മൾ എത്തിപ്പെടുന്നത്. കയറുന്ന സമയത്ത് നല്ല രീതിയിലുള്ള മഴയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള കോടയും ഞങ്ങൾക്ക് അനുഭവിക്കാൻ സാധിച്ചിരുന്നു. പോകുന്ന വഴിക്ക് ചെറിയൊരു കട കാണാൻ കഴിയും. അത്യാവശ്യം സ്നാക്സും ചായയൊക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടും. ഒരു ചായയൊക്കെ കുടിച്ച് ഈ കോടയുടെ ഇടയ്ക്കൂടെയൊക്കെയുള്ള ഒരു നടത്തം അതൊരു വല്ലാത്ത അനുഭവം തന്നെയാണ്. നമ്മൾ ട്രക്ക് ചെയ്ത് കയറുന്നത് 2 മലകളിലേക്കാണ്. നമ്മൾ ആദ്യം എത്തുന്നത് കാറ്റാടിക്കടവിലും പിന്നെ മരതകമലയിലുമാണ് എത്തുന്നത്. സീ ലെവലിൽ നിന്നും ഏകദേശം 2864 അടി ഉയരത്തിലാണ് ഈ 2 മലനിരകളും സ്ഥിതി ചെയ്യുന്നത്. ഈ കാറ്റാടിക്കടവിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇതൊരു ഹെറിറ്റേജ് ഫാം കൂടിയാണ്. പോകുന്ന വഴിക്ക് കൊക്കോയും കാപ്പിയും റബ്ബറുമൊക്കെ കൃഷി ചെയ്യുന്നത് നമുക്ക് കാണുവാൻ പറ്റും. ഇതൊക്കെ കൃഷി ചെയ്തിരിക്കുന്നത് പ്രൈവറ്റ് വ്യക്തികളുടെ കൃഷിസ്ഥലങ്ങളിലാണ്. പോകുന്ന വഴിക്ക് ചെറിയൊരു വീടും നമുക്കവിടെ കാണുവാൻ പറ്റും. ഇനി അങ്ങോട്ട് ട്രക്ക് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നാരോ ആയിട്ടുള്ള വഴികളാണുള്ളത്. ട്രക്ക് ചെയ്ത് ടോപ്പിലെത്തുമ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് വ്യൂ പോയിന്റ് കാണാൻ പറ്റും. ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് നല്ല രീതിയിലുള്ള കോട ഉണ്ടായിരുന്നു. ഒരു സൂയിസൈഡ് പോയിന്റിന് സമാനമായിട്ടുള്ള വ്യൂ പോയിന്റ് ആയതുകൊണ്ട് തന്നെ അവിടെ കൈവരികളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കോടയുടെ കൂടെ നല്ല കാറ്റുള്ളത് കൊണ്ട് തന്നെ താഴെ നിന്ന് കോടയൊക്കെ നല്ല രീതിയിൽ മുകളിലേക്ക് പറന്നു വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ വ്യൂ പോയിന്റിന്റെ കുറച്ച് റൈറ്റിലേക്ക് മാറിക്കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ചെറിയൊരു നാരോ പാത്ത് കാണാൻ പറ്റും. ഈ ഒരു ചെറിയൊരു നാരോ പാത്തിലൂടെ ഈ ഒരു കാട് പോലെയുള്ള ഈ ഒരു ചെറിയ ഏരിയയിലൂടെ കടന്നു പോയിട്ട് വേണം നമുക്ക് അടുത്തൊരു വ്യൂ പോയിന്റിലെത്താൻ. കുറച്ച് മുന്നോട്ട് പോയി കഴിയുമ്പോൾ തന്നെ ഇതുപോലെയുള്ള 1-2 വലിയ പാറക്കെട്ടുകളുടെ മുകളിലൂടെ ഇറങ്ങി കയറിയതിനു ശേഷം മാത്രമാണ് അടുത്തൊരു വ്യൂ പോയിന്റിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്.
ഈ ഒരു പാറക്കെട്ടുകൾ കയറി ഇറങ്ങി ചെല്ലുന്നത് അതിമനോഹരമായിട്ടുള്ളൊരു വ്യൂ കിട്ടുന്ന ഒരു ഏരിയയിലേക്കാണ്. അത്യാവശ്യം നല്ല രീതിയിൽ കോംപ്ലക്സ് ആയിട്ടുള്ള ട്രക്കിംഗ് തന്നെയാണ് ഇനി അങ്ങോട്ടുള്ളത്. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ പാറയിടുക്കുകൾ കയറി ചെല്ലുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ കോട പൊതിച്ച് കിടക്കുന്നത് നമുക്ക് കാണുവാൻ പറ്റും. ഈ ഒരു കോടയൊക്കെ ആസ്വദിച്ച് ഫ്രണ്ട്സിൻ്റെ കൂടെ എവിടെ ഇരിക്കാൻ വേറൊരു വൈബ് തന്നെയാണ്. നല്ല രീതിയിൽ കോട ഉണ്ടായതുകൊണ്ട് തന്നെ ഞങ്ങളൊരു അരമണിക്കൂറോളം അവിടെ സ്പെൻഡ് ചെയ്തു. ഇനി ഇവിടെ നിന്ന് ട്രക്ക് ചെയ്ത് കുറച്ചുകൂടി മുകളിലെത്തുമ്പോൾ അതിമനോഹരമായിട്ടുള്ള ഒരു വ്യൂ പോയിന്റിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത്. ഓരോ സ്പോട്ടിലെത്തുമ്പോഴും ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് നമുക്കിവിടെ ലഭിക്കുന്നത്. പ്രത്യേകിച്ച് അത്യാവശ്യം നല്ല കോടയും ചെറിയൊരു മഴയൊക്കെ ഉള്ള സമയത്ത്. നമ്മൾ ഏകദേശം കാറ്റാടിക്കടവിൻ്റെ ടോപ്പ് സ്റ്റേഷനിലേക്ക് എത്തി എന്ന് തന്നെ പറയാം. അതിമനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ് അവിടെ നമ്മളെ കാത്തിരിക്കുന്നത്. ഇവിടുത്തെ ആ ഒരു വ്യൂവും മാജിക്കൽ എക്സ്പീരിയൻസും കണ്ടു തന്നെ അനുഭവിക്കേണ്ട ഒരു കാര്യമാണ്. കോടയൊക്കെ മാറിക്കഴിയുമ്പോൾ സൂക്ഷിച്ചു നോക്കിയാൽ അങ്ങകലെയായി ഒരു വെള്ളച്ചാട്ടവും നമുക്ക് കാണുവാൻ സാധിക്കും. ഈ കോടയും മഴയുമൊക്കെ ആസ്വദിച്ച് കാറ്റാടിക്കടവിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് ഇങ്ങനെ ഇരിക്കുന്നത് വല്ലാത്തൊരു മാജിക്കൽ എക്സ്പീരിയൻസ് തന്നെയാണ്. ഒരിക്കലെങ്കിലും മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്തിരിക്കേണ്ട ഒരു സ്ഥലം കൂടിയാണ് കാറ്റാടിക്കടവ്.